അയ്യോ എന്തായിരുന്നു എന്ന് വെച്ചാൽ ശരിക്കും ബ്ലാങ്ക് ആയിരുന്നു, സത്യം പറയാലോ അല്ലേ. എന്താണ്, സന്തോഷമാണോ സങ്കടമാണോ ഒന്നും മനസ്സിലായി, ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു. നമ്മളെപ്പോഴും ഇവിടെ കല്യാണങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നമ്മുടെ മോളെ കല്യാണം ഇവിടുന്ന് ആയിരിക്കുമോ, എങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെ ആവുമോ, ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ നമുക്ക് കുറേ സങ്കല്പം ഉണ്ടാവും. അതിൻ്റെയൊക്കെ എത്രയോ മുകളിലാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞത്. നമ്മളെ കാവിലെ ഭഗവതി ശരിക്കും നേരിട്ട് പ്രത്യക്ഷപ്പെട്ട പോലെ അത്രയ്ക്കും സുന്ദരിയായിരുന്നു. ശരിക്കും ആ റെഡ് സാരിയിൽ കാണാൻ അത്രയ്ക്കും സുന്ദരിയായിരുന്നു. എന്താ പറയാ, അമ്മൂച്ചേച്ചിനെ ശരിക്കും മിസ് ചെയ്യാൻ പോവാണ്. അമ്മൂച്ച UK പോയപ്പോൾ പോലെ അത്രയ്ക്കും മിസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞ് പോകാൻ പറയുമ്പോൾ ഒരു വല്ലാത്തൊരു മിസ്സിങ് ആണ്. ഐ എം റിയലി ഗോണ മിസ് ഹർ. ഐ എം വെരി ഹാപ്പി ഫോർ ഹർ. മൊമെന്റ് പെട്ടെന്നൊക്കെ കഴിഞ്ഞു പോയ പോലെ ഉണ്ട്. ലൈക്ക് ഇന്നലെ പ്ലാൻ ചെയ്ത പോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് എപ്പോൾ ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ എന്താ പറയുക, മിസ്സസ് ശ്രുതിയായി. അതാണ് ഹാപ്പി ഫോർ ഹർ. സോ ശ്രുതി ഇപ്പം നമ്മളിവിടെ വന്ന് ഇത് കല്യാണം കഴിഞ്ഞെന്ന് പറയണത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. ഇപ്പം ഞങ്ങൾ തിരിച്ചിങ്ങനെ നാട്ടിലോട്ടേക്ക് പോകുമ്പം ശ്രുതി നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴും എനിക്കിപ്പോഴും സങ്കടം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് എന്തൊരു പ്രശ്നം വന്നാലും അല്ലെങ്കിൽ ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ ശ്രുതിനെ വീട്ടിൽ നിൽക്കുന്ന ഒരാൾ. ഇനി എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓടിപ്പോയി നിൽക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്ക് നല്ലോണം ഉണ്ട്. അത് മാളുവിന് നല്ലോണം അറിയാം. ഞാൻ എത്രത്തോളം ഞാൻ ആ വീട്ടിലത്തെ ഒരു കുട്ടിയാണ്, ശ്രുതി എൻ്റെ വീട്ടിലത്തെ ഒരു കുട്ടിയാണ് എന്നുള്ളത്. ഫൈനലി അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ ഭയങ്കര ടെൻഷനും ഒക്കെ എല്ലാം ഇങ്ങനെ ഇതായിരുന്നു. പക്ഷെ അത്രയും അടിപൊളിയായൊരു എന്താ പറയുക ചിൽ ബ്രൈഡായിരുന്നു. അതേസമയം ടെൻഷനും ഉണ്ടായിരുന്നു. പിന്നെ അമ്മു ചേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇടയ്ക്ക് ഇങ്ങനെ തമാശക്ക് എന്തെങ്കിലും പറയെങ്കിലും ഭയങ്കര പാവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ചേച്ചി. സന്തോഷവും സങ്കടമൊക്കെ വന്ന എപ്പോഴാന്ന് വെച്ചാൽ കെട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കഴുത്തിൽ താലിയും കുങ്കുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായിരുന്നു. ലൈക്ക് അത് ഇല്ലാത്തൊരു കാര്യമാണല്ലോ. ലൈക്ക് ഞാൻ ഷൂ വെയിറ്റ് ചെയ്തിരുന്നൊരു സമയമായിരുന്നു. അതിലെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഷൂ ഭയങ്കര ഹാപ്പിയാണ്. സോ പിന്നെ ആ റെഡ് സാരി എടുത്ത് ആ റെഡ് സാരി ഷൂ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എടുത്ത സാരിയായിരുന്നു. ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ലൈക്ക് നല്ലതായിരിക്കുമോ ഇല്ലയോ ഒക്കെ. പക്ഷെ ഉടുത്ത് വന്നപ്പോൾ ശരിക്കും ഒരു ഗോഡസ് ലുക്ക്. അപ്പോൾ ഒരു സിസ്റ്റർ ബ്രദർ ബന്ധം പോലെ തന്നെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും അടിയും വഴക്കൊക്കെ തന്നെയാണ്. ഇപ്പോൾ ചെറുതാമല്ല എപ്പോഴും തല്ല് തന്നെയാണ്. പിന്നെ കുറേ ഇങ്ങനെ കടന്ന് വന്ന് ഞാനായിരിക്കും എപ്പോഴും പോയി വള്ളി ഓടിക്കുക. ഞാൻ പോയിട്ട് ഓരോന്ന് തോണ്ടും. അപ്പം അവളെന്നെ വന്നിട്ട് തല്ലും, ഞാനും തല്ലും. ഒരു പെൺകുട്ടി വന്നിട്ട് ഞാൻ നോക്കില്ല, അതുപോലെ തന്നെയാണ്. ബട്ട് ഓവർ ടൈം മെച്ചേർഡ് ആയി ഞങ്ങളെ ഭയങ്കര ഒരു ബോണ്ടായി. പിന്നെ അവസാനത്തേക്കൊക്കെ അടിപിടിയൊക്കെ പോയിട്ട് നമ്മളങ്ങോട്ട് എന്ത് നിനക്കിപ്പോൾ എന്തെങ്കിലും വേണോ, യെസ് അവൾ എന്ത് വേണമെങ്കിൽ. ചേച്ചിനെ ഇന്ന് കണ്ടപ്പോ റിയലി ഒരു ഗോഡസ് ആയിരുന്നു. ഒരു ടെമ്പിളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നൊരു ഗോഡസ് പോലെയായിരുന്നു. നമ്മളിങ്ങനെ കസിൻസ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന
ഒരു കല്യാണമാണ്. അതിങ്ങനെ തീരുകയാണ്, ഓരോ നിമിഷം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ റിയലൈസ് ആകുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം. അയ്യോ അത് തീർന്നേ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. Get ready to celebrate and party with us today.